അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗ്രാനി 5 ടൈം ടു വേക്കപ്പ് എന്ന് പറഞ്ഞ ഗെയിമാണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിന്ന് ഗ്രാനി 5 ആണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രാനി ഉണ്ട്, ഗ്രാനിയുടെ അമ്മയുണ്ട്, ഗ്രാനി ഉണ്ടോയെന്ന് കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഇത് വലിയൊരു വീടാണ്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് ഉണ്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതേ സ്പോണാവുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു റൂമിലാണ്. അപ്പോൾ ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു നൈറ്റ് മെയർ ആണ്. അതായത് ഇതൊക്കെ ഒരു സ്വപ്നമാണ്. നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു സീക്വൻസ് നമ്മൾ കണ്ടായിരുന്നു, ഞാനത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ്. അതിലെന്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയായിട്ട് ഒരു ആൾ സംസാരിക്കുന്നതാണ്, നമ്മളൊരു കുട്ടിയായിട്ട് സംസാരിക്കുന്നതാണ്. അതിലെന്താ വെച്ചാൽ നൈറ്റ് മെയർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബെഡിൽ കിടക്കുന്നതായിരുന്നു അതിൽ അത്ര ഉള്ളത്. അപ്പോൾ നമ്മൾ കിടന്നിട്ട് പിന്നെ വരുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ കാണുന്നതെല്ലാം സ്വപ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം, ഗ്രാനി 5ൻ്റെ സാധാരണ ഒരു പിന്നെ ബേസ്മെൻ്റ് ഒന്നല്ല, നല്ലൊരു സെറ്റപ്പ് റൂമിലാണ് ഈ പ്രാവശ്യം നമ്മളെ കൊണ്ടിറക്കിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഷോർട്ട് ഗൺ ഉണ്ടാക്കി ഇരിക്കുന്നുണ്ട്, പക്ഷെ ഷോർട്ട് ഗൺ ഇല്ലാതുള്ളൂ. ഓക്കെ, ഇവിടെ ഡോർ ലോക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കീ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടാവും. എവിടെ പോയി ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ ട്രാപ്പ് ഡോർ ഉണ്ടല്ലോ. ഇത് അപ്പർ സൈഡിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ച്. അവിടെ ഒരു കണ്ണ് മാതിരി കാട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം കീ. അപ്പം നമുക്ക് നേരെ റൂം അവിടെ തുറന്ന് പോയേക്കാം. ഓക്കെ, ബക്കറ്റാ. അയ്യോ എടാ, അത് ഫോട്ടോയാണ്. ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ മറ്റേ ഗ്രാനിയുടെ അമ്മയാന്ന് വിചാരിച്ചു. ഗ്രാനി സ്ലെൻഡറിൻ്റെ അമ്മ. അത് എവിടെയെങ്കിലും കിടന്ന് നടക്കണ്ടാവും. ഇവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ബോക്സും നമുക്ക് തുറന്ന് നോക്കാം, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വേറെ വല്ലതും കിട്ടും. ഓക്കെ, ഈ ഡോർ തുറക്കാൻ പറ്റില്ല. ഞാനിവിടെ ട്രാപ്പായി, എനിക്കിവിടെ നിന്ന് അനങ്ങാൻ പറ്റണില്ല. ഗ്രാനി കൊല്ലരുത്. ഓക്കെ, അപ്പോൾ എത്ര പെട്ടെന്ന് ഡേറ്റ് പോവാ. ഇത് ശരിക്കും കൂടില്ലാണ്. അത് എന്തിരി ട്രാപ്പായ ബോക്സിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയി. അതേ വീണ്ടും റൂം കൂട്ടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ട്. നമ്മൾ ഇതിനുള്ളിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കണ്ടായിരുന്നു, അത് നമുക്ക് എടുത്ത് കയ്യിൽ പിടിക്കാം. ഓക്കെ, ഇവിടെ എന്തൊരു ചാല് മാതിരി മെറ്റാലിക് ബ്ലൈൻഡ്സ്. ഇവിടേക്ക് കിടക്കാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ഒരു ഡോറുണ്ട്, സീക്രട്ട് ഡോർ. ദിസ് ഡോർ ഈസ് വിത്ത് എ സ്ക്രൂ ലോക്ക്. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ അല്ലേ ഇരിക്കണം, നമുക്ക് എടുക്കാൻ പറ്റും അത്. എടാ, സ്ക്രൂ ലോക്ക് എന്ന് പറയുമ്പോൾ ദെയർ ഈസ് നോ വേ ടു ബ്രേക്ക് ഇറ്റ്. എടാ, നമ്മുടെ സ്ക്രൂ ഡ്രൈവർ ട്രൈ ഇതെങ്ങനെ അഴിക്കാന്ന് പറയടൂ. അത് തേങ്ങയാണോ? ഓക്കെ, നമ്മുടെ ഇവിടെ എന്തൊരു സംഭവം, കേബിളാ. ഇതെന്തൊരു കേബിൾ, കയറ് മാതിരിയൊക്കെ ഇരിക്കുന്നുണ്ട്. കേബിളാന്നാ പറയണേ. ഫസ്റ്റ് യു മസ്റ്റ് ഓപ്പൺ ദ പൂൾ ഗേറ്റ്. പൂൾ ഗേറ്റ് എന്ന് പറയുന്നത് എനിക്ക് എന്താ സംഭവം എന്നറിയില്ല. ഇത് വേറെ എന്തോ പേരല്ലേ ഇതിനെ പറഞ്ഞാൽ. അയ്യോ, ഗ്രാനി വരുന്നുണ്ട്. ഗ്രാനി അവിടെ താഴെ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഗ്രാനി പോയാ അവിടെ ഗ്രാനി കണ്ടോ? നമുക്കിവിടെ ഒളിച്ചിരിക്കാം. ഇവിടെ ഒളിച്ചിരുന്നാൽ കണ്ടുപിടിക്കില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, പൊട്ടത്തി ഗ്രാനി വന്നിട്ടില്ല, മണ്ടത്തി കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും ഗ്രാനി പോണവരെ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഈ സ്ക്രൂ ഡ്രൈവർ എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് പോയി നോക്കാം. പിന്നെ അവിടെ ഒരു കേബിൾ ഇരിക്കുന്നുണ്ട്. കേബിൾ എനിക്ക് എവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇതും എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ആ ഗ്രാനി കയറി പോട്ടെ. സീക്രട്ട് ഡോർ ഇതിന് തുറക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഗ്രാനി ഇതേ മേലെ കയറി പോയിട്ടുണ്ട്. നമുക്കിപ്പോൾ അതേ കയറി പോവാം. ഓക്കെ, ഇത് വലിയ സെറ്റപ്പായിട്ടത്. എന്തായാലും ഇവിടെ ക്രൗച്ച് ചെയ്ത് നടക്കാം, എങ്ങനെ കാണും. ഇതാ ഡോർ. കീ കാർഡ് എന്ന് പറഞ്ഞ സംഭവം വേണം ഇവിടെ. അപ്പുറത്തേന് കീ കാർഡ് വേണം. ആ ബോക്സ് കണ്ടില്ല അവിടെ. അവിടെ ലിഫ്റ്റാ, ഗ്രാനി 5 ലിഫ്റ്റാ. എൻ്റെ പൊന്നോ, ഇത്ര റിച്ചായ ഗ്രാനി. അവിടെ ലിഫ്റ്റ് ഒന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഡോറ്, മിസ്റ്റീരിയസ് ലോക്ക്, മിസ്സിങ് ലോവർ പീസസ്. ഈ ലോവർ പീസസ് കൊണ്ട് വെച്ചാലാണ് ഈ ഡോർ തുറന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് വേറെ കാര്യം. ഓക്കെ, ഇതെന്തൊക്കെ സംഭവം. അതർ സൈഡിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇവിടെ എന്തൊരു സംഭവം. ഫോൺ. അവിടെ പോലീസിനെ വിളിക്കി. അവിടെ സ്വപ്നമല്ല, അപ്പോൾ പോലീസിനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ? അയ്യോ, ഞാൻ പോലീസിനെ വിളിക്കായിരുന്നു. എൻ്റെ പൊന്നോ, ഗ്രാനി ഒന്നും ചെയ്യില്ല. സ്ക്രൂ ഡ്രൈവർ തരാൻ കയ്യിൽ.
എടാ ഞാൻ രക്ഷപ്പെട്ടാ പ്രോ പ്ലെയർ. എടാ ഞാൻ രക്ഷപ്പെട്ടു. താഴേക്ക് ഓടാം. എടാ ഞാൻ രക്ഷപ്പെടുകണ്ട സീൻ കളി. അപ്പൊ നമുക്ക് ലിഫ്റ്റ് വഴി കയറി പോവാം. നമുക്കിനി ലിഫ്റ്റൊക്കെ വർക്ക് ചെയ്യണ്ട. ഓക്കെ ലിഫ്റ്റൊക്കെ വർക്ക് ചെയ്യണ്ട. എടാ ഇതിൽ കുറേ നമ്പർ ഉണ്ടല്ലോ. എത്ര നില വരെ ഉണ്ട്? നമ്മൾ പിടിച്ചൊരു 3 അങ്ങോട്ട് അമർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ വെറുതെ ഷോയ്ക്ക് വെച്ചേക്കെന്താന്ന് തോന്നണേ. അപ്പോൾ നമ്മളെ ഗ്രാനി ഇത് എങ്ങനെ ഓടിപ്പിച്ചത് നമ്മളിത് ഇവിടെ ഒരു ഐഡിയം പ്ലേസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറാം. അല്ല ഇതിൻ്റെ ഉള്ളിൽ കയറാം. അയ്യോ കയറാം അടച്ചിരിക്കുക. സുഖമായിട്ട് നമുക്ക് ഒളിച്ചിരിക്കാനുള്ള പ്ലേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൗസിലാണെങ്കിൽ കുറേ ഐഡിയം പ്ലേസ് കുറേ ഉണ്ട്. അതുകൊണ്ട് വലിയ സീനില്ല ഗ്രാനി ഓടിപ്പിച്ചാലും. അവിടെ ഗ്രാനിലാ നിൽക്കണ. ഞാൻ അവിടെ കൂളായിട്ട് നിൽക്കുക അവിടെ ഗ്രാനി കണ്ടിട്ട്. എൻ്റെ പൊന്നോ അയ്യോ ഇത് ഗ്രാൻഡ്പാ. അവിടെ ഗ്രാൻഡ്പൊക്കെ എവിടെ ഇതിലുണ്ടോ? ഓ ഇവിടെ എന്തോ സെൻസറൊക്കെ വെച്ചിട്ടുണ്ട്. വെറുതെ അല്ലാതെ എഴുന്നേറ്റ് ലോണ്ടറി കീ കിട്ടി നോക്കാം. അവിടെ നിന്ന് വേറെ വല്ല വഴി ഉണ്ടാവും മിക്കവാറും നമുക്ക് പോകാനായിട്ട്. ഓ ഇങ്ങനെ പോവാം. ഇതാന്ന് തോന്നുന്നു കറങ്ങി പോണ വഴി. ക്ലോസ്ഡ് ഫ്രം അതർ സൈഡാ. അപ്പുറത്തോടെ തന്നെ പോയി എടുക്കേണ്ടി വരും നമുക്ക്. എന്തായാലും ലോണ്ടറി കീ കിട്ടിയിട്ട് ഇത് എവിടെ യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനത്തെ ഒരു ഡോറേ കണ്ടിട്ടില്ല. ഇതാണോ? ഇവിടെ കാട്ടനും കൂടി ഇല്ല. അവിടെ ഈ ഗ്രാന എല്ലാ സ്ഥലത്തും വരുന്നുണ്ടല്ലോ. അയ്യോ നമ്മൾ ട്രാപ്പായി. ക്ലോസറ്റിൽ കയറി ഇരിക്കാം. പൈസ അപ്പോൾ ഇത് ഇവിടെ കാണില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഗ്രാനി പോയിണ്ടാവും. ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. ഓ വാതിലടച്ചിട്ട് വരില്ലെന്ന് പറഞ്ഞോളൂ. അപ്പോഴേക്കും അടി കിട്ടി. ഇവിടത്തെ തുറക്കാൻ പറ്റുന്നുണ്ടാവും. ഇതാണോ വൈറ്റ് കീ? ഇവിടെയാണോ വൈറ്റ് കീ യൂസ് ചെയ്യേണ്ട? ഒരു വെള്ളപ്പാടൊക്കെ ഉണ്ടല്ലോ അവിടെ. നമ്മൾ വൈറ്റ് കീ എവിടെ യൂസ് ചെയ്യും? നമുക്ക് എന്തായാലും ഗ്രാൻഡ്പ സുഖമല്ലേ? എനിക്ക് സുഖം. എൻ്റെ പൊന്നു ഗ്രാൻഡ്പൊന്നും ശരിയില്ല. ഇറങ്ങി പോടെ പട്ടിത്തല. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല.